പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അതിൽ മുതിർന്ന ശിഷ്യന്മാരും ശീല പ്രഭുപാദും തമ്മിൽ പറയുന്ന കാര്യമാണുള്ളത്. അതിൽ രേവതി നന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി പറയുന്ന ഒരു പാസ് ടൈമാണ്. അത് കൽക്കട്ടയിൽ വെച്ച് നടക്കുന്നതാണ്. പ്രഭുപാദ് ജപ്പാനിൽ നിന്ന് കൽക്കട്ടയിലേക്കാണ് വന്നത് 1970 ജൂലൈ സമയത്ത്. അപ്പോൾ അവിടെ വച്ച് പ്രഭുപാദ് ആ കൽക്കട്ടയിലെ 2 ഡിവോട്ടീസിന് സന്യാസ ദീക്ഷ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഇതാണ് രേവതിനന്ദൻ പ്രഭു പറയുന്നത്. അത് സന്യാസ ദീക്ഷ ഒന്ന് അച്യുതാനന്ദ പ്രഭുവിനും പിന്നെ ജയപ്രതാക പ്രഭുവിനുമാണ് കൊടുത്തത് 1970. അപ്പോൾ അവര് അവിടെ സിൻസിയറായിട്ട് സർവീസ് ചെയ്യുന്ന കണ്ടപ്പം പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സന്യാസം തരട്ടെ, നിങ്ങളത് എടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സന്യാസം ദീക്ഷ കൊടുക്കുകയാണ്. അച്യുതാനന്ദ സ്വാമിയാണ് ആദ്യം എടുത്തത്. അപ്പം അച്യുതാനന്ദ ഇസ്കോണിലെ 10th സന്യാസിയാണ് അച്യുതാനന്ദ സ്വാമി. ജയപ്രതാക സ്വാമി അദ്ദേഹം 11ാമത്തെ സന്യാസിയാണ്. അപ്പോൾ അവർക്ക് രണ്ടും ദീക്ഷ കൊടുത്ത ഒരു ഇത് രേവതിനന്ദൻ പ്രഭു പറയുന്നുണ്ട്. അപ്പം ഇനിഷ്യലി പ്രഭുപാദ് അന്ന് രാധാഷ്ടമി ദിവസമായിരുന്നു. രാധാഷ്ടമിയിൽ പ്രഭുപാദ് ടെമ്പിൾ ഹാളിലേക്ക് വന്ന സമയത്ത് പക്ഷേ ആ സന്യാസ ദീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളൊന്നും പ്രോപ്പർ അല്ലായിരുന്നു. ഡിവോട്ടീസിന് അത്ര അറിയത്തില്ലായിരുന്നു. അവര് ഒരു പാൻ മേടിച്ചുകൊണ്ട് വന്നു, ഒരു കുട്ടുകം പോലെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്താണ് ഭഗവാനെ വയ്ക്കാനൊക്കെ ആയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പോൾ പ്രഭുപാദ് വളരെ വഴക്ക് പറഞ്ഞു, ഇതെങ്ങനെ, ഞാൻ സന്യാസം കൊടുക്കില്ല, ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് കുറച്ചൊന്ന് പോയിട്ട് പിന്നെ പ്രഭുപാദ് ഹെസിറ്റേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് വ്യാസാസനത്തിലിരുന്നു. എന്തായാലും ഞാൻ ചെയ്യാം, എനിക്ക് പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭുപാദ് അത് തുടങ്ങി. അപ്പം ഈ രേവതിനന്ദൻ പ്രഭു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് പ്രഭുപാദ് വഴക്ക് പറയുന്നുണ്ട്. ഫ്രൂട്ട്സ് കൊണ്ടുവരാത്തവരെ പറ്റി പറയുന്നുണ്ട്, ഫ്ലവേഴ്സ് കിട്ടാത്തവരെ പറ്റി, അങ്ങനെ ഓരോ ഇൻചാർജിലുള്ള ആൾക്കാരോടും പ്രഭുപാദ് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ആശ്വാസമായിട്ടിരിക്കുക, കാരണം ഞാൻ ഒന്നിൻ്റെയും ഇൻചാർജ് അല്ലല്ലോ എന്നുള്ള ഇതില്ല, അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഹോമം ആക്കാനായിട്ട് അപ്പോൾ പ്രത്യുമ്ന പ്രഭുവാണ് യൂഷ്വലി പ്രഭുപാദിന് വേണ്ടി യജ്ഞം ചെയ്യുന്നത്. പ്രഭുപാദിന്റെ സാൻസ്ക്രിറ്റ് സ്കോളറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് അദ്ദേഹമായിരിക്കും ചെയ്യുന്നതെന്ന്. ഉടനെ പ്രഭുപാദ് പറഞ്ഞു, രേവതിനന്ദൻ നീ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം യജ്ഞം ചെയ്യാൻ തുടങ്ങി. അപ്പം ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പ്രഭുപാദ് എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും ഓരോന്നും ചെയ്തപ്പോഴേ അദ്ദേഹത്തിന് അബദ്ധങ്ങൾ പറ്റി തുടങ്ങി. സാധാരണ ഈ നെയ്യ് ഒഴിക്കുന്നൊരു ഇതുണ്ട്, തടിയുണ്ട്. അത് നമ്മൾ വലത്ത് കൈയിലാണ് പിടിക്കേണ്ടത്. ഇടത്ത് കൈ കൊണ്ടാണ് നമ്മൾ വിറകൊക്കെ അതിനകത്ത് ഇടുന്നത്. പക്ഷെ അദ്ദേഹം തിരിച്ചാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി തെറ്റിയാണ് പിടിക്കുന്നത് വെച്ച് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ അതെല്ലാം പ്രഭുപാദ് നോക്കി ഡിസ്കസ്റ്റിംഗ് ഇതിലിങ്ങനെ നിൽക്കുക. പിന്നെ അവസാനത്തെ മന്ത്രങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയും വന്നില്ല, ടെൻഷൻ കാരണം. അപ്പം പ്രഭുപാദ് തന്നെ ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് വഴക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ടെൻഷനായിട്ടിരിക്കുക. അച്യുതാനന്ദ പ്രഭു നിൽക്കുകയാണ് അവിടെ. അദ്ദേഹത്തിന്റെ സന്യാസ ദണ്ഡൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹം ഷെയ്ക്കായിട്ട് നിൽക്കുക പ്രഭുപാദിന്റെ ആ മൂഡ് കണ്ടപ്പോൾ. എന്നിട്ട് അവസാനം രേവതിനന്ദൻ പ്രഭുവിനോട് തന്നെ പ്രഭുപാദ് പറഞ്ഞു കീർത്തൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം അതുവരെ ടെൻസ്ഡായിട്ടിരിക്കുന്ന പ്രഭുപാദ് കീർത്തൻ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും റിലാക്സ് ആയി. എന്നിട്ട് പറഞ്ഞ് അച്യുതാനന്ദ നീയും കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ഡാൻസ് ചെയ്തു. എന്നിട്ട് തിരിച്ചു പോയ സമയത്ത് പ്രഭുപാദ് അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് ഹാപ്പിയായി. അദ്ദേഹം സന്യാസ ദീക്ഷയാണ് എടുക്കുന്ന, സീരിയസ് ആണ്. അതിൽ അവർ രണ്ടും സീരിയസ് ആണ്. പക്ഷെ അവരോട് ഡാൻസ് ചെയ്യാനും പ്രഭുപാദ് പറഞ്ഞു. കാരണം കൃഷ്ണ കോൺഷ്യസ് എൻജോയ് ചെയ്യാനാ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പ്രഭുപാദ് എന്നിട്ട് തിരിച്ചു പോയപ്പം അവിടുത്തെ പ്രസാദം കൊണ്ടുവന്നില്ലേ എന്ന് നന്ദകുമാരനോട് ചോദിച്ചു. അപ്പോൾ പ്രഭുപാദിനോട് പറഞ്ഞു ഇത് വളരെ റിച്ച് ആയിട്ടുള്ള പ്രസാദമാണ്. പ്രഭുപാദ് യൂഷ്വൽ പ്രസാദം കഴിക്കുന്ന ഞാൻ വിചാരിച്ചല്ല, ഇത് ഡെയിറ്റിക്ക് ഓഫർ ചെയ്ത പ്രസാദമാണ്, കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് കൊണ്ടുവന്നു. എന്നിട്ട് കാറിൽ വെച്ചിട്ട് പോയി. എന്നിട്ട് പ്രഭുപാദിന്റെ റൂം വേറെയാണ്. അവിടെ ചെന്നിട്ട് പ്രഭുപാദ് ഇറങ്ങി റൂമിൽ ചെന്നപ്പോഴത്തേന് പ്രഭുപാദ് ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പ്ലേറ്റ് കാറിലൊക്കെ തട്ടി വീണു. ഡേറ്റി പ്ലേറ്റ് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് തട്ടി തറയിലെല്ലാം വീണു. അപ്പോൾ ഇത് മോളിൽ ചെന്നപ്പോഴത്തേന് പ്രഭുപാദ് അതിനെക്കുറിച്ച് മറക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്.
പക്ഷെ പ്രഭുപാദ് ചോദിച്ചു ഈ പ്രസാദം എവിടെയെന്ന് ചോദിച്ചു. ഉടനെ നന്ദകുമാർ പറഞ്ഞു അത് എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി പ്രഭുപാദ് എന്ന് പറഞ്ഞു. സാരമില്ല കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കാറിൽ കിടന്ന സാധനങ്ങൾ പിക്ക് ചെയ്ത് എടുത്ത് അതിനകത്ത് ഡേർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊണ്ടുപോയി പ്രഭുപാദിന് കൊടുത്തു. പ്രഭുപാദ് അതെല്ലാം കഴിച്ചു. ഇപ്പൊ രേവതീന്ദ്രൻ പ്രഭു പറയുന്നത് പ്രഭുപാദിന്റെ ആ മൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് ഈ പാത്രങ്ങളും ഇതെല്ലാം കണ്ടപ്പോൾ പ്രഭുപാദ് പറഞ്ഞത് എനിക്ക് എങ്ങനെ പരമദിവ്യത്വ പുരുഷനെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ആ ഡേറ്റ് ഈ അറേഞ്ച്മെന്റ്സ് പ്രോപ്പർ അല്ലാത്തപ്പോൾ എങ്ങനെ വിളിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത് അച്യുതാനന്ദ സ്വാമി സന്യാസം സീരിയസ് ആണ്, പക്ഷെ അതിൽ സന്തോഷത്തോടു കൂടി കൃഷ്ണ കോൺഷ്യസിൽ കീർത്തനം ചെയ്ത് നൃത്തം ആടാനായിട്ട് പറയുന്നു. പിന്നെ മൂന്നാമത് പ്രഭുപാദ് ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ല, അതുകൊണ്ടാണ് കാറി വീണ പ്രസാദം കൂടി പ്രഭുപാദ് അത് ഒന്നും പറയാതെ എടുത്ത് കഴിച്ചത്. ഇങ്ങനെ പ്രഭുപാദിന്റെ ലെവലെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ ലെവലാണ് എന്നുള്ളതാണ് രേവതീന്ദ്രൻ പ്രഭു ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരും.